ഡിയർ സ്റ്റുഡൻസ്, ഇന്നലത്തെ ക്ലാസ്സൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കാണും. അറ്റൻഡ് ചെയ്തെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു സംഖ്യയെ കാണുമ്പോൾ തന്നെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ, 5 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ, 3 കൊണ്ട് ഹരിയുമോ, 4 കൊണ്ട് ഹരിയുമോ, ഇത് കണ്ടുപിടിക്കാൻ ഉള്ള മാർഗം, ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഹരിച്ചു നോക്കി കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാം, ഒരു സംഖ്യ പരിശോധിക്കാം. 240 എന്ന സംഖ്യയെ 5 താഴെയുള്ള ഏതെല്ലാം സംഖ്യകൾ കൊണ്ട് ഹരിക്കാമെന്ന് നോക്കാം. ഏതൊരു സംഖ്യയെയും 1 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ 240നെ 1 കൊണ്ട് നിശേഷം ഹരിക്കാം. റിമൈൻഡർ ഇല്ലാതെ ഹരിക്കാം. 1 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത ഒരു പൂർണ്ണസംഖ്യയും ഇല്ല. ഓക്കെ, ഇനി 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ അവസാനത്തെ അക്കം, ലാസ്റ്റ് ഡിജിറ്റ് നോക്കണം. ഏതൊക്കെയാണെങ്കിൽ 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും വന്നാൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 240ന്റെ അവസാനത്തെ അക്കം 0 അപ്പോൾ ഇതിനെ 2 കൊണ്ട് ശിഷ്ടം വരാതെ ഹരിക്കാൻ കഴിയും. ഇനി 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എങ്ങനെയാ? അവസാന സംഖ്യയാണോ നോക്കേണ്ടത്? അവസാന സംഖ്യയാണോ? അല്ല. അവസാനത്തെ സംഖ്യ നോക്കിയാൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാവുകയില്ല. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ അക്കങ്ങൾ തമ്മിൽ കൂട്ടണം. 2ഉം 4ഉം 6, 6ഉം 0ഉം 6. കൂട്ടി കിട്ടുന്നത് 6, 3, 9. ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. ഒരു സംഖ്യയുടെ അക്കങ്ങളെ തമ്മിൽ കൂട്ടുമ്പോൾ, ഒറ്റ സംഖ്യ ആകുന്നത് വരെ കൂട്ടുമ്പോൾ 3, 6, 9 ഇവയിൽ ഏതെങ്കിലും കിട്ടിയാൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇവിടെ 2ഉം 4ഉം 6, 6ഉം 0ഉം 6. 6 കിട്ടിയത് കൊണ്ട് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇനി ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് കണ്ടെത്താൻ നമ്മൾ എന്താ നോക്കേണ്ടത്? അവസാനത്തെ 2 സംഖ്യകൾ നോക്കണം. അവസാനത്തെ 2 സംഖ്യ മാത്രം നോക്കിയാൽ 40 ആണ്. 40നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. 4ൽ 4 ഒരു പ്രാവശ്യം, 1 4 4. കുറച്ചാൽ 0 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. 0നെ നമ്മൾ മുകളിലേക്ക് കയറ്റും. അപ്പോൾ 40ൽ 4 കൃത്യമായി 10 പ്രാവശ്യമുണ്ട്. അപ്പോൾ 4 കൊണ്ട് ഹരിക്കാം. 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നമ്മൾ എങ്ങനെയാ നോക്കുക? ലാസ്റ്റ് ഡിജിറ്റ്, അവസാനത്തെ അക്കം 0ഓ 5ഓ ആണെങ്കിൽ 5 കൊണ്ട് ഹരിക്കാം. ഇവിടെ 0 അതുകൊണ്ട് 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 240 എന്ന സംഖ്യയെ 1 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം. ഈ സംഖ്യകൾ കൊണ്ടൊക്കെ ഹരിക്കുമ്പോൾ ശിഷ്ടം വരില്ല, ശിഷ്ടം 0. ഓക്കെ, അപ്പോൾ 240നെ 5ൽ താഴെയുള്ള ഏതൊക്കെ സംഖ്യ കൊണ്ട് ഹരിക്കാം? 1 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം. ഇനി നമുക്ക് എളുപ്പമാർഗം 2 എണ്ണത്തിൻ്റെയും കൂടി പഠിക്കണം, 6ന്റെയും 9ന്റെയും. ഒരു സംഖ്യയെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 6ന്റെ ഗുണിതങ്ങൾ. എന്താണ് ഈ 6ന്റെ ഗുണിതങ്ങൾ? 6, 12, 18 തുടങ്ങിയ 6 കൊണ്ട് ഹരിക്കുമ്പോൾ, ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത, 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം, അതായത് റിമൈൻഡർ ഉണ്ടാവാത്ത, ശിഷ്ടം വരാത്ത സംഖ്യകളാണ് 6ന്റെ ഗുണിതങ്ങൾ അഥവാ മൾട്ടിപ്പിൾസ് ഓഫ് 6. ആറ്, 12, 18 തുടങ്ങിയ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത സംഖ്യകളാണ് 6ന്റെ ഗുണിതങ്ങൾ അഥവാ മൾട്ടിപ്പിൾസ് ഓഫ് 6. എല്ലാവരും നോട്ട് എഴുതണം. ഇത് ഞങ്ങൾ എഴുതിയതാണ് എന്നൊന്നും വിചാരിക്കേണ്ട, എല്ലാവരും നോട്ട് എഴുതണം. ലെസൺ ബുക്കിലല്ല, ഇന്നലെ നമ്മൾ എഴുതിയ
പുതിയ വരഞ്ഞ ബുക്കിൽ തുടർച്ചയായിട്ട് എഴുതേണ്ടതാണ്. 2ന്റെ ഗുണിതങ്ങൾ, 3ന്റെ ഗുണിതങ്ങൾ, 4ന്റെ ഗുണിതങ്ങൾ, 5ന്റെ ഗുണിതങ്ങൾ അത് ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന 6ന്റെ ഗുണിതങ്ങൾ 6, 12, 18, 24, 30 തുടങ്ങി 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടാവാത്ത എല്ലാ സംഖ്യകളും 6ന്റെ ഗുണിതങ്ങളാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ്. ഇനി 6ന്റെ ഗുണിതങ്ങളെ ഒറ്റ നോട്ടത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇത് വൃത്തിയായി എഴുതിയെടുക്കുക. എഴുതുമ്പോൾ തന്നെ പഠിച്ചുകൊണ്ട് വേണം എഴുതാൻ. ഉറക്കെ പറഞ്ഞുകൊണ്ടേ എഴുതാവുള്ളൂ, പറഞ്ഞ് പഠിച്ചുകൊണ്ട് എഴുതുക. ഒരു സംഖ്യ 2ന്റെയും 3ന്റെയും ഗുണിതമാണെങ്കിൽ, ഒരു സംഖ്യ 2ന്റെ ഗുണിതവുമാകണം 3ന്റെ ഗുണിതവുമാകണം, എന്നാൽ അത് 6ന്റെ ഗുണിതമാണ്. അപ്പോൾ 6ന്റെ ഗുണിതത്തെ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സംഖ്യ 2ന്റെ ഗുണിതമാണോ എന്ന് നോക്കുന്നത് എങ്ങനെയാ? അവസാനം 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും വന്നാൽ 2ന്റെ ഗുണിതമാണ്. 2ന്റെ ഗുണിതമാണ് എന്ന് മനസ്സിലായാൽ അത് 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. 3ന്റെയും ഗുണിതമാണെങ്കിൽ അത് 6ന്റെ ഗുണിതമാണ്. അപ്പൊ നമുക്ക് നോക്കാം. 115 6ന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. ആദ്യം നമുക്ക് 2ന്റെ ഗുണിതമാണോ നോക്കാം. ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നത് കൊണ്ട് അത് 2ന്റെ ഗുണിതമല്ല. അങ്ങനെയാണെങ്കിൽ അത് 6ന്റെയും ഗുണിതമല്ല. 230 അത് 6ന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. 230 2ന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. അതെ എങ്കിൽ 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. 3ഉം 2ഉം 5ഉം 0ഉം 5. 3ന്റെ ഗുണിതമാണോ? 3ന്റെ ഗുണിതം അല്ല, അതുകൊണ്ട് ഇത് 6ന്റെ ഗുണിതം അല്ല. വേറെ നോക്കാം നമുക്ക്. 336 ഇത് 6ന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 336 2ന്റെ ഗുണിതമാണോ നോക്കാം. ഒറ്റയുടെ സ്ഥാനത്ത് 6 വന്നത് കൊണ്ട് ഇത് 2ന്റെ ഗുണിതമാണ്. അപ്പൊ നമ്മൾ നോക്കണം ഇത് 3ന്റെ ഗുണിതമാണോ. 3ഉം 3ഉം 6, 6ഉം 6ഉം 12. 12ൽ 2 അക്കങ്ങളുണ്ട്. 1ഉം 2ഉം 3. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഒറ്റ സംഖ്യ ആകുന്നത് വരെ കൂട്ടുമ്പോൾ 3, 6, 9 കിട്ടിയാൽ 3ന്റെ ഗുണിതമാണ്. 336 2ന്റെ ഗുണിതമാണ്. 336 3ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് 336 6ന്റെയും ഗുണിതമാണ്. അപ്പോൾ 6ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താനുള്ള എളുപ്പമാർഗം നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? ഒരു സംഖ്യ ഒരേ സമയം 2ന്റെയും 3ന്റെയും ഗുണിതമാണെങ്കിൽ 2ന്റെ മാത്രം ഗുണിതമായ പോരാ, 3ന്റെ മാത്രം ഗുണിതമായ പോരാ, 2ന്റെയും 3ന്റെയും ഗുണിതമാവുകയാണെങ്കിൽ അത് 6ന്റെ ഗുണിതമാണ്. വേറെ ഒരെണ്ണം കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 920 അത് 6ന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. അവസാനം 0 ആയതുകൊണ്ട് 2ന്റെ ഗുണിതമാണ്. 9ഉം 2ഉം 11. 1ഉം 1ഉം 2. 3ന്റെ ഗുണിതം അല്ല, അതുകൊണ്ട് ഇത് 6ന്റെ ഗുണിതവും അല്ല. 156 ഇത് നമുക്ക് 6ന്റെ ഗുണിതമാണോ എന്ന് എങ്ങനെ നോക്കാം? ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് അവസാനത്തെ അക്കം 6 ആയതുകൊണ്ട് 2ന്റെ ഗുണിതം ആണ്. 1ഉം 5ഉം 6, 6ഉം 6ഉം 12. 1ഉം 2ഉം 3. 3ന്റെ ഗുണിതവുമാണ്. അപ്പോൾ 2ന്റെ ഗുണിതവുമാണ്, 3ന്റെ ഗുണിതവുമാണ്, അതുകൊണ്ട് 6ന്റെ ഗുണിതവുമാണ്. അപ്പോൾ 6ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? 2ന്റെ ഗുണിതവും 3ന്റെ ഗുണിതവും ആണ് ഒരേ സംഖ്യയെങ്കിൽ അത് 6ന്റെ ഗുണിതമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരു സംഖ്യ ഒരേ സമയം 2ന്റെ ഗുണിതമാവുകയും 3ന്റെ ഗുണിതമാവുകയും ചെയ്താൽ അത് 6ന്റെ ഗുണിതമാണ്. അതിനെ 6 കൊണ്ട് ശിഷ്ടം വരാതെ ഹരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം.
നമ്മൾ ആറിന്റെ ഗുണിതങ്ങൾ എന്താണെന്നും ഒറ്റ നോട്ടത്തിൽ ആറിന്റെ ഗുണിതങ്ങളെ കണ്ടെത്താനുള്ള മാർഗങ്ങളുമാണ് പഠിച്ചത്. ഇനി 7ന്റെ ഗുണിതങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ 7, 14, 21, 28 തുടങ്ങിയ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത എല്ലാ സംഖ്യകളും 7ന്റെ ഗുണിതങ്ങളാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 7 ആണ്. അതേപോലെ 8ന്റെ ഗുണിതങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 1 8 8, 2 16, 3 24, 4 8 32, 8 16, 24, 32 തുടങ്ങിയ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത എല്ലാ സംഖ്യകളും 8ന്റെ ഗുണിതങ്ങളാണ്. 7ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താനുള്ള എളുപ്പമാർഗം നമ്മൾ പഠിക്കേണ്ടതില്ല. 8ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താനുള്ള എളുപ്പമാർഗം പഠിക്കേണ്ടതില്ല. എന്നാൽ 9ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താനുള്ള എളുപ്പമാർഗം പഠിക്കണം. അപ്പോൾ 9ന്റെ ഗുണിതങ്ങൾ എന്താണ്? 1 9 9, 20 18, 3 27, 4 36. അതായത് 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത എല്ലാ സംഖ്യകളും 9ന്റെ ഗുണിതങ്ങളാണ്. 9ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താനും എളുപ്പമാർഗമുണ്ട്. അപ്പോൾ 9ന്റെ ഗുണിതങ്ങൾ എന്താണ്? 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ലോകത്തുള്ള എല്ലാ സംഖ്യകളും, എല്ലാ പൂർണ്ണസംഖ്യകളും 9ന്റെ ഗുണിതങ്ങളാണ്. 9ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അനന്തമാണ്, ഇൻഫിനിറ്റി ആണ്. എന്നാൽ 9ന്റെ ഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ പറയാം, അത് 9 ആണ്. 100ന്റെ ഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത് 100 ആണ്. 72ന്റെ ഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത് 72 ആണ്. എന്നാൽ വലുത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് 9ന്റെ ഗുണിതങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 9, 18, 27, 36 തുടങ്ങിയ എഴുതണം, കാണാതെ വ്യക്തമായി പഠിക്കണം. 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരരുത്. ആ സംഖ്യകളാണ് 9ന്റെ ഗുണിതങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ മതി, 9ന്റെ ഗുണിതങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത സംഖ്യകൾ. 8ന്റെ ഗുണിതങ്ങൾ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്തത്. ഓക്കെ, അതാണ് ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 12ന്റെ ഗുണിതങ്ങളോ? 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാൻ പാടില്ല. അതെല്ലാം 12ന്റെ ഗുണിതങ്ങളാണ്. 12ന്റെ ഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത് 12 ആണ്. ഓക്കെ, നമുക്ക് ഇനി 9ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗമുണ്ട്. അപ്പോൾ ഇത് വൃത്തിയായി പഠിച്ചുകൊണ്ട് എഴുതുക. 9ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താനുള്ള എളുപ്പമാർഗം 3ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താൻ നമ്മൾ നോക്കിയ അതേ മാർഗമാണ് 9ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താൻ നോക്കേണ്ടത്. സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടുക. 135 9ന്റെ ഗുണിതമാണോ എന്നറിയാൻ, 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 1ഉം 3ഉം 5ഉം കൂട്ടും. അതേപോലെ 1ഉം 3ഉം 4, 4ഉം 5ഉം 9. ഇത് 3ന്റെ ഗുണിതമാണോ എന്ന് ചോദിച്ചാൽ 3ന്റെ ഗുണിതമാണ്. അങ്ങനെ കൂട്ടുമ്പോൾ 3ഓ 6ഓ 9ഓ കിട്ടിയാൽ 3ന്റെ ഗുണിതമാണ്. 9 ആണ് കിട്ടുന്നതെങ്കിൽ അത് 3ന്റെയും ഗുണിതമാണ്. അതേ സമയത്ത് 9ന്റെയും ഗുണിതമാണ്. 9ന്റെ ഗുണിതമാകണമെങ്കിൽ 9 തന്നെ കിട്ടണം. 3ന്റെ ഗുണിതമാകണമെങ്കിൽ 3 കിട്ടിയാൽ 3ന്റെ ഗുണിതമാണ്. 6 കിട്ടിയാൽ 3ന്റെ ഗുണിതമാണ്. 9 കിട്ടിയാൽ 3ന്റെ ഗുണിതമാണ്. എന്നാൽ 9ന്റെ ഗുണിതമാണെങ്കിലോ 3 കിട്ടിയാൽ പോരാ, 6 കിട്ടിയാൽ പോരാ, 9 തന്നെ കിട്ടണം. അതാണ് 9ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താനുള്ള എളുപ്പമാർഗം. അപ്പോൾ 9ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താനുള്ള എളുപ്പമാർഗം എന്താ? അക്കങ്ങൾ കൂട്ടി നോക്കുക. 3ന്റെ ഗുണിതങ്ങളെ കണ്ടെത്താനുള്ള മാർഗം എന്താ? അക്കങ്ങൾ കൂട്ടി നോക്കുക. 2ന്റെയും 5ന്റെയും 4ന്റെയും ഗുണിതങ്ങളെ കണ്ടെത്താൻ അവസാനത്തെ സംഖ്യ നോക്കണം. 6ന്റെ കണ്ടെത്താൻ 2 കൊണ്ടും 3 കൊണ്ടും പറ്റുമോ എന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ എല്ലാ അധ്യായത്തിലും ആവർത്തിച്ച് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ നന്നായി നിങ്ങൾ പഠിക്കണം. ഇനി നോക്കാം, നമുക്ക് 720 9ന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. എങ്ങനെ നോക്കാം? 7ഉം 2ഉം 9, 9ഉം 0ഉം 9. കൂട്ടുമ്പോൾ 9 കിട്ടിയാൽ അത് 9ന്റെ ഗുണിതമാണ്. 615 ഇത് 9ന്റെ ഗുണിതമാണോ നോക്കണം. എങ്ങനെ നോക്കാം? 6ഉം 1ഉം 7, 7ഉം 5ഉം 12.
12-ൽ രണ്ടക്കങ്ങളുണ്ട്, 1, 2, 3. ഇത് 3-ന്റെ ഗുണിതമാണ്, എന്നാൽ 9-ന്റെ ഗുണിതം അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താവുന്ന ഒറ്റ സംഖ്യകളുണ്ട്. അതായത് ഒരു സംഖ്യയെ കിട്ടിയാൽ എഴുതിയെടുത്തില്ലേ നിങ്ങൾ? എഴുതിയെടുത്തില്ല അല്ലെ? മറ്റൊന്നും കൂടി എഴുതി തരാം. പഠിച്ചുകൊണ്ട് എഴുതിയെടുക്കുക. മക്കളെ, നാളെ സ്കൂളില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ കലക്ടർ ഓർഡർ ഉണ്ട്. നാളെ സ്കൂളില്ല. അപ്പം നാളെയും ക്ലാസ് ഉണ്ടാകും. നാളത്തെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സിലുള്ള ചോദ്യങ്ങൾ 5 ചോദ്യങ്ങളുണ്ട്. വളരെ നന്നായി ചെയ്ത് പേരൻറ്റിനെ കാണിച്ച് ശരി വാങ്ങണം. എങ്ങനെയാണ് കണക്ക് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഒന്നാമത്തെ കണക്ക് ഞാൻ വ്യക്തമായി ചെയ്തു തരാം. ഈ ചോദ്യങ്ങളൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ അറിയേണ്ടത് 130-നെ 1 കൊണ്ട് നിശേഷം ഹരിക്കാമോ, 2 കൊണ്ട് നിശേഷം ഹരിക്കാമോ, 3 കൊണ്ട്, 4 കൊണ്ട്, 5 കൊണ്ട്, 6 കൊണ്ട്, 7 കൊണ്ട്, 8 കൊണ്ട്, 9 കൊണ്ട്. ചോദ്യം വ്യക്തമായില്ലേ? ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. വ്യക്തമായി ചെയ്ത് പേരൻറ്റിൻ്റെ ശരിയും വാങ്ങി വെക്കണം കേട്ടോ. നല്ല കുട്ടികളായി ഇന്ന് തന്നെ ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, പേരൻറ്റിനോട് ശരി വാങ്ങി എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. ഓക്കെ, ഒന്നാമത്തെ കണക്ക് നോക്കാം. 130. 130 എന്ന് എഴുതുക. അടിയിലൊരു വര വരിക. ആദ്യം നമുക്ക് നോക്കാം. 130-നെ 1 കൊണ്ട് ഏതൊരു സംഖ്യയെയും 1 കൊണ്ട് നിശേഷം ഹരിക്കാം. 1 കൊണ്ട് ഹരിച്ചാൽ ഒരു ശിഷ്ടവും ഉണ്ടാവുകയില്ല. അപ്പോൾ 130-നെ 1 കൊണ്ട് നിശേഷം ഹരിക്കാം. നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്ടം വരാതെ ഹരിക്കാം. നിശേഷം ഹരിക്കാം. ഇനി രണ്ടാമത്തെ നോക്കാം. 130-നെ 2 കൊണ്ട് എന്ന് എഴുതുക. എന്നിട്ട് നോക്കുക, ഒരു സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ എളുപ്പമാർഗമുണ്ട്. എന്താണ് എളുപ്പമാർഗം? ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും വന്നാൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇപ്പോൾ ഇവിടെ വന്നത് 0 അതുകൊണ്ട് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇനി 3 കൊണ്ട് എഴുതണം. 130-നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാമോ? ഹരിക്കാൻ പറ്റുകയില്ലയോ നോക്കാം. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ എങ്ങനെയാ നോക്കുക? സംഖ്യയിലെ അക്കങ്ങളെ കൂട്ടി നോക്കണം. അവസാനത്തെ അക്കം നോക്കിയിട്ട് കാര്യമില്ല. സംഖ്യയിലെ അക്കങ്ങളെ കൂട്ടണം. 1, 3, 4, 4, 0, 4. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 3 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ കൂട്ടുമ്പോൾ 3, 6, 9 കിട്ടണം. അപ്പോൾ 130-നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? നിശേഷം ഹരിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് 4 കൊണ്ട് നോക്കാം.
130നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ. ഒരു സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? അവസാനത്തെ 2 അക്കങ്ങൾ എടുക്കുക. ഇവിടെ 30. 30നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 30 ഹരണം 4. 4ന്റെ പട്ടിക ചൊല്ലി നോക്കി. 1 4 4, 2 4 8, 3 12, 4 16, 5 4 20, 6 4 24, 7 4 28. 2 സിസ്റ്റം. അവസാനത്തെ 2 സംഖ്യകളെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം വന്നില്ലെങ്കിൽ 4ന്റെ ഗുണിതമാണ്. സിസ്റ്റം വന്നു, 4 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ 1 കൊണ്ട് പറഞ്ഞു, 2 കൊണ്ട് പറഞ്ഞു, 3 കൊണ്ട് പറഞ്ഞു, 4 കൊണ്ട് പറഞ്ഞു. ഇനി 5 കൊണ്ട് പറയണം. 130നെ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നമ്മൾ എങ്ങനെയാ നോക്കുക. അവസാനത്തെ സംഖ്യ 0ഉം 5ഉം ആയാൽ 5 കൊണ്ട് പറ്റും. 130ന്റെ അവസാനം 0ആണ്, അതുകൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഇനി നമുക്ക് 6 കൊണ്ട് നോക്കാം. 130നെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ കഴിയില്ലയോ നോക്കാം. 6 കൊണ്ട് കഴിയുമോ എന്ന് എങ്ങനെയാ നോക്കുക. നമ്മള് 2ന്റെ ഗുണിതമാണോ നോക്കണം, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 3ന്റെ ഗുണിതമാണോ നോക്കണം, നമ്മൾ എഴുതിയിട്ടുണ്ട്. കഴിയില്ല. 130നെ 2 കൊണ്ട് പറ്റും, 130നെ 3 കൊണ്ട് കഴിയില്ല, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 3 കൊണ്ട് കഴിയില്ലെങ്കിൽ 6 കൊണ്ട് കഴിയില്ല. ഇനി നമുക്ക് 7 കൊണ്ട് നോക്കാം. 130നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ എളുപ്പമാർഗങ്ങളില്ല. അപ്പോൾ 130നെ 7 കൊണ്ട് ഹരിച്ചു നോക്കണം. 130നെ 7 കൊണ്ട് ഹരിച്ചു നോക്കണം. 1 7 7. 13ൽ നിന്ന് 7 കുറച്ചാൽ 6. 60. 60ൽ 7 7 7 49, 8 7 56. 8 7 56. 4 സിസ്റ്റം കഴിയില്ല. അപ്പോൾ 130നെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. 8 കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക. 130നെ 8 കൊണ്ട് പറ്റുമോ എന്ന് അറിയാൻ എളുപ്പമാർഗങ്ങളില്ല. 1 8 8. 5 50ൽ 8 40, 6 8 48. 2 സിസ്റ്റം 8 കൊണ്ടും കഴിയില്ല. 9 കൊണ്ട് പറ്റുമോ എന്നറിയാൻ എളുപ്പമാർഗമുണ്ട്. 1 3 4, 4 0 4. കൂട്ടിയാൽ 4 ആണ്, അതുകൊണ്ട് 9 കൊണ്ട് കഴിയില്ല. അപ്പോൾ 7 കൊണ്ട് കഴിയില്ല, 8 കൊണ്ട് കഴിയില്ല, 9 കൊണ്ട് കഴിയില്ല. ഇത്രയും നമ്മൾ ചെയ്താൽ 130ന്റെ കാര്യമായി. അതുപോലെ ശ്രദ്ധിച്ച് 84ഉം 100ഉം 1000ഉം 837ഉം ചെയ്യുക. ഒരു 2 എണ്ണം ഇപ്പോൾ തന്നെ ചെയ്യുക, 2 എണ്ണം രാവിലെ എഴുന്നേറ്റ് ചെയ്യുക. എന്നിട്ട് പാരന്റിനോട് ശരി വാങ്ങണം കേട്ടോ. വളരെ നന്നായി വീട്ടിലിരുന്നല്ലേ ചെയ്യുന്നേ, നല്ലോണം സമയം എടുക്കാലോ. തെറ്റാതെ ചെയ്യണം. മാർജിൻ വരയ്ക്കണം, വളരെ വൃത്തിയായിരിക്കണം നോട്ട്. ഒരു കുട്ടിയുടെ നോട്ട് കണ്ടാൽ മനസ്സിലാകും ആ കുട്ടി എത്രമാത്രം നന്നായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണ്. നല്ല കുട്ടിയാണോ അതോ ഉഴപ്പനാണോ എന്നൊക്കെ ആ ബുക്ക് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ബുക്ക് മനുഷ്യന്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയുന്നത് പോലെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിലെ പഠിക്കാനുള്ള ആഗ്രഹം ബുക്കിൽ കാണാം. മാർജിൻ വളയരുത്, ഒരു സ്കെയിൽ വേണം. ബുക്ക് നോക്കിയാൽ നല്ല സന്തോഷം തോന്നണം എല്ലാവർക്കും. ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. നാളെ ലീവ് പ്രഖ്യാപിച്ചുകൊണ്ട് ശനിയാഴ്ച സ്കൂളിൽ ക്ലാസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. ശനിയാഴ്ച നമുക്ക് 10 മണി തൊട്ട് 4 മണി വരെ ക്ലാസ് ഉണ്ടാകും. ആരും മെനക്കെടാത്ത ക്ലാസ്സിൽ വരാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.